ഹലോ എവരി വൺ. നമ്മൾ സിങ്കർണസ് കൗണ്ടറിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ വളരെ വിശദമായിട്ട് തന്നെ സിങ്കർണസ് കൗണ്ടർ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിങ്കർണസ് കൗണ്ടറിൻ്റെ ഫണ്ടമെൻ്റൽ ഡിസൈൻ സ്റ്റെപ്സ് പറഞ്ഞു അല്ലേ. ഇത്രയും സ്റ്റെപ്സ് ആയിരുന്നു സിങ്കർണസ് കൗണ്ടറിന് ഉണ്ടായിരുന്നത്. ആദ്യം നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം, എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കണം അല്ലേ, സ്റ്റേറ്റ് ഡയഗ്രം സർക്യൂട്ട് എക്സൈറ്റേഷൻ ടേബിളും വരയ്ക്കണം, സിംപ്ലിഫൈഡ് ഇക്വേഷൻസ് കെ മാപ്പ് വെച്ച് കണ്ടുപിടിക്കണം, ലോജിക് ഡയഗ്രാം വരയ്ക്കണം. ഇത്രയും കാര്യങ്ങളായിരുന്നു അതിൻ്റെ ഡിസൈനിന് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിങ്കർണസ് അപ്പ് കൗണ്ടർ നമ്മൾ ഡിസൈൻ ചെയ്തു അല്ലേ. അതുപോലെ നമ്മൾ യൂസ് ചെയ്തത് അപ്പ് കൗണ്ടറിൻ്റെ ഡിസൈനിന് യൂസ് ചെയ്യുന്ന ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്? ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഒരു സിങ്കർണസ് ഡൗൺ കൗണ്ടർ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഹോംവർക്ക് ഞാൻ നിങ്ങൾക്ക് തന്നു. ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട്? ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടൊരു സിങ്കർണസ് ഡൗൺ കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഡൗൺ കൗണ്ടർ ഡിസൈൻ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു മെത്തേഡ് അറിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കൗണ്ടറും ഡിസൈൻ ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ മെത്തേഡിൽ ഡിസൈൻ ചെയ്യാം. അതുപോലെ എങ്ങനെയാണ് സിങ്കർണസ് അപ്പ് ഡൗൺ കൗണ്ടർ ഡിസൈൻ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ബി സി ഡി കൗണ്ടർ ഡിസൈൻ ചെയ്യുന്നത്. ബി സി ഡി കൗണ്ടർ ഞാൻ നിങ്ങൾക്ക് വർക്കായിട്ട് തരും, ഞാൻ പറഞ്ഞു തരും എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന്. നിങ്ങൾ തന്നെ സ്വയം ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നുള്ള ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫെമിലിയറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ കറക്റ്റായിട്ട് അറിയണം. എക്സൈറ്റേഷൻ ടേബിളൊക്കെ ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തെടുത്താണ്. അപ്പോൾ 0 ഡോൺ കെയർ, 1 ഡോൺ കെയർ, ഡോൺ കെയർ 1, ഡോൺ കെയർ 0 എന്നുള്ള സീക്വൻസ് പഠിച്ചു വയ്ക്കാം. ഇതാണ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് എന്താണെന്ന് നിങ്ങൾ നോക്കുക. ഡിസൈൻ എ 3-bit സിങ്കർണസ് ഡൗൺ കൗണ്ടർ യൂസിങ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലേ. ഒരു 3-bit സിങ്കർണസ് ഡൗൺ കൗണ്ടർ ഡിസൈൻ ചെയ്യണം. ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടല്ല, ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്, ടി നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് തന്നെ അറിയാം, ഡിറ്റർമൈൻ ദി നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ എന്ന് പറയുന്നതാണ് സ്റ്റെപ്പ് നമ്പർ 1. സോ നമുക്ക് തന്നെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടല്ലോ 3-bit സിങ്കർണസ് ഡൗൺ കൗണ്ടറാണ്. അപ്പോൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണ്ടി വരും? ടോട്ടലി 3 ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 2 പറയുന്നത് ദി എക്സൈറ്റേഷൻ ടേബിൾ. നമ്മൾ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തുകൊണ്ട് ജെ കെൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ നമ്മൾ സെപ്പറേറ്റ് വരച്ചു, നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം വരക്കണം സ്റ്റെപ്പ് നമ്പർ 3 അല്ലേ. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 3 നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുക എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി എന്താണ്? ആ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനിലൂടെയാണ് നമുക്ക് പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഡൗൺ കൗണ്ടർ ആയതുകൊണ്ട് ഡൗൺ കൗണ്ടർ കൗണ്ട് ചെയ്യുന്നത് 3-bit കൗണ്ടറിൻ്റെ ഏറ്റവും ഹയസ്റ്റ് സ്റ്റേറ്റ് ആദ്യം കൗണ്ട് ചെയ്യും 1 1 1, ലോവസ്റ്റ് സ്റ്റേറ്റ് അവസാനം കൗണ്ട് ചെയ്യും 0 0 0. അപ്പോൾ 7 6 5 4 3 2 1 എന്നുള്ള രീതിയിലാണ് കൗണ്ടിങ് നടക്കുന്നതെങ്കിലാണ് ഇതിന് ഡൗൺ കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ് നമ്മൾ 7 ആയിട്ട് എടുത്തു. നെക്സ്റ്റ് സ്റ്റേറ്റ് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? 6 ആയിരിക്കും. 6 ആണ് പ്രസൻറ്റ് സ്റ്റേറ്റ് എങ്കിൽ 5 ആയിരിക്കും നെക്സ്റ്റ് സ്റ്റേറ്റ്. 5 ആണ് പ്രസൻറ്റ് സ്റ്റേറ്റ് എങ്കിൽ 4 ആയിരിക്കും നെക്സ്റ്റ് സ്റ്റേറ്റ്. 4 കറൻറ്റ് സ്റ്റേറ്റ്, 3 നെക്സ്റ്റ് സ്റ്റേറ്റ്, 3 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 1, 1 കഴിഞ്ഞാൽ 0, 0 കഴിഞ്ഞ് വീണ്ടും ഇത് എന്തിലേക്ക് എത്തും? 7ലേക്ക് തിരിച്ചെത്തും. ഈ രീതിയിലാണ് നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാംസ് എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സ്റ്റേറ്റ് ഡയഗ്രത്തിൻ്റെ. ഇനി നമ്മൾ സ്റ്റെപ്പ് നമ്പർ 3 തന്നെ 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുക, ഒന്ന് സർക്യൂട്ട് എക്സൈറ്റേഷൻ ടേബിൾ വരയ്ക്കുക. അപ്പോൾ സർക്യൂട്ട് എക്സൈറ്റേഷൻ ടേബിൾ ഞാൻ ഓൾറെഡി ഫിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം ഇത് ഡിസൈൻ ചെയ്യേണ്ട മെത്തേഡ്. എന്നാലും നമുക്കൊന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം സർക്യൂട്ട് എക്സൈറ്റേഷൻ ടേബിളിൽ ഞാൻ ആദ്യം മാർക്ക് ചെയ്തിരിക്കുന്ന ടേം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ദിസ് ഇസ് പ്രസൻറ്റ് സ്റ്റേറ്റ്. പ്രസൻറ്റ് സ്റ്റേറ്റിനെ ഞാൻ Q3 Q2 Q1 എന്ന് മാർക്ക് ചെയ്തു. റൈറ്റ്. നെക്സ്റ്റ് ഞാൻ മാർക്ക് ചെയ്ത് നിങ്ങൾ നോക്ക്, നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റിനെ എങ്ങനെ മാർക്ക് ചെയ്തു? Q3 സ്റ്റാർ, Q2 സ്റ്റാർ, Q1 സ്റ്റാർ. പിന്നെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ റിക്വയർഡ് എക്സൈറ്റേഷൻ സ്റ്റേജസ് ആണ്. ഒന്ന് J3 K3. ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയതുകൊണ്ട് 2 സ്പെസിഫിക് സ്റ്റേജ് വരുമല്ലോ. ടി ആണെങ്കിൽ 1 വരുള്ളൂ അല്ലേ. J2 K2, J1 K1 ഇങ്ങനെയാണല്ലോ. അപ്പോൾ സർക്യൂട്ട് എക്സൈറ്റേഷൻ നമ്മൾ ഫില്ല് ചെയ്യിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ നമുക്കറിയണം കാണാതെ.
അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. നിങ്ങൾ നോക്ക്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ എഴുതുന്നത് ശ്രദ്ധിക്കുക. ഡൗൺ കൗണ്ടർ ആയതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ് 7 ആണ്. 7 6 5 4 3 2 1 0 ഇതാണ് എൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റ് 7 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 6, പ്രസൻറ്റ് സ്റ്റേറ്റ് 6 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 5 4 3 2 1 0. പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താ 7. അപ്പോൾ ഇതാണ് ഡൗൺ കൗണ്ടർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളിത് കമ്പയർ ചെയ്താൽ മനസ്സിലാവും. ഇവിടെ 7 ആണ്, ഇവിടെ 6 ആണ്. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 4 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻ. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ റിക്വയർഡ് എക്സൈറ്റേഷൻ വാല്യൂസ് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഫില്ല് ചെയ്യാനുള്ളത് J3 K3 ആണ്. നിങ്ങളത് നോക്ക്. J3 K3 നമുക്ക് ഫില്ല് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം കമ്പയർ ചെയ്യുന്നത് Q3 ബാർ ആണ്. Q3 സ്റ്റാർ 1 1 1 1 ആകുമ്പോൾ ഓൾറെഡി നമുക്കറിയാലോ എന്താ സ്റ്റേറ്റ് വരിക, ഡോൺ കെയർ 0 ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് അല്ലേ. അടുത്ത സ്റ്റേറ്റും 1 1 ആണ്, അടുത്ത സ്റ്റേറ്റും 1 1 ആണ്, അടുത്ത സ്റ്റേറ്റ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റിലും എനിക്ക് കിട്ടുന്ന ഡോൺ കെയർ 0 എന്നുള്ള സ്റ്റേറ്റ് ആയിരിക്കും. നാലാമത്തെ സ്റ്റേറ്റ് നിങ്ങൾ നോക്ക്. നാലാമത്തെ സ്റ്റേറ്റിൽ എനിക്ക് കിട്ടുന്നത് 1 0 ആണ്. 1 0 എന്ന ഡോൺ കെയർ 1 ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അടുത്ത 3 സ്റ്റേജ് നോക്ക്. 0 0 0 0 0 0 എന്താ വരിക, 0 0 വരുമ്പോൾ 0 ഡോൺ കെയർ. സോ 0 ഡോൺ കെയർ 0 ഡോൺ കെയർ 0 ഡോൺ കെയർ. ലാസ്റ്റ് സ്റ്റേജോ 0 1 0 1 ആണ് വരുന്നതെങ്കിൽ 1 ഡോൺ കെയർ. ഇതാ ഇപ്പോൾ ഞാൻ എങ്ങനെയാണോ J3 K3 ഫില്ല് ചെയ്തത് ഇതുപോലെ എനിക്ക് J2 K2 ഫില്ല് ചെയ്തൂടെ. Q2 സ്റ്റാറും കമ്പയർ ചെയ്താൽ മതി. ഇതുപോലെ J1 K1 ഫില്ല് ചെയ്തൂടെ. Q1 സ്റ്റാറും ചെക്ക് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, Q1 സ്റ്റാറും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, J1 K1 ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളിപ്പോൾ ഓൾറെഡി സർക്യൂട്ട് എക്സൈറ്റേഷൻ ടേബിൾ വരച്ചു. ഈ സർക്യൂട്ട് എക്സൈറ്റേഷൻ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ തന്നെ സ്വയം ഡിസൈൻ ചെയ്യണം. ഞാനിപ്പോൾ ഇതിൻ്റെ ഹിൻറ്റ് നിങ്ങൾക്ക് തന്നു. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ സ്റ്റെപ്പിൽ എന്തായിരിക്കും ചെയ്യാനുണ്ടാവുക, സിംപ്ലിഫൈഡ് ബൂലിയൻ എക്സ്പ്രഷൻ യൂസിങ് കെ മാപ്പ് യൂസ് ചെയ്തിട്ട് ഒരു സിംപ്ലിഫൈഡ് ബൂലിയൻ എക്സ്പ്രഷൻസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് സ്റ്റെപ്പ് നമ്പർ 4. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ സിംപ്ലിഫൈഡ് ബൂലിയൻ എക്സ്പ്രഷൻസ് ഫോം ചെയ്യും നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് J3 എന്നുള്ള എക്സ്പ്രഷനാണ്. നിങ്ങൾ നോക്ക്, J3 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു 3 വേരിയബിൾ കെ മാപ്പ് വരച്ചു. Q3 Q2 Q1 ആണ് വേരിയബിളായിട്ട് എടുത്തത് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ കെ മാപ്പിൽ 8 സ്പേസ് ഉണ്ട്. ഈ 8 സ്പേസിൽ നമുക്ക് വാല്യൂസ് ഫില്ല് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഡോൺ കെയർ അങ്ങനെയല്ല വാല്യൂസ് വരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് J3ൻ്റെ വാല്യൂ കിട്ടും Q2 ബാർ Q1 ബാർ. ഇതുപോലെ എനിക്ക് K3 കണ്ടുപിടിച്ചൂടെ. K3 നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് K3യുടെ വാല്യൂ ഇതുപോലെ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും പ്രസൻറ്റ് സ്റ്റേറ്റ് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് കെ മാപ്പിൽ K3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ K3 എനിക്ക് കിട്ടും Q2 ബാർ Q1 ബാർ എന്ന് കിട്ടും. ഓക്കെ, ഇതുപോലെ J2 എനിക്ക് കണ്ടുപിടിക്കാം. J2 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് J2ൻ്റെ സ്റ്റേജ് വരിക അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഡോൺ കെയർ 0 1 ഡോൺ കെയർ 0 1. അപ്പോൾ നിങ്ങൾ കറണ്ട് പ്രസൻറ്റ് സ്റ്റേറ്റ് നോക്കിയിട്ട് J2യുടെ വാല്യൂ ഇവിടെ ഫില്ല് ചെയ്യുക. J2 എനിക്ക് കിട്ടും Q1 ബാർ എന്ന് കിട്ടും. ഇതുപോലെ K2 എനിക്ക് കിട്ടും. ഇനി നിങ്ങൾ J1 K1 നോക്ക്. J1 K1 നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എല്ലാ വാല്യൂസും സെലക്റ്റഡ് ആണല്ലേ. ഒന്നെങ്കിൽ ഡോൺ കെയർ ആണ് അല്ലെങ്കിൽ 1 ആണ്, ഒന്നെങ്കിൽ ഡോൺ കെയർ ആണ് അല്ലെങ്കിൽ 1 ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും എക്സാക്ട്ലി ഇതിൻ്റെ സ്റ്റേജ് വരിക, ഒരു 3 വേരിയബിൾ കെ മാപ്പ് വരച്ചിട്ട് അതിലെ എല്ലാ എലമെൻറ്റിനും ഫില്ലായി എങ്ങനെ ഉണ്ടാവും, ഒരൊറ്റ 1ൻ്റെ ഒരു സിംഗിൾ ഗ്രൂപ്പാവും. അപ്പോൾ നമുക്കിവിടെ കിട്ടും എക്സാക്ട്ലി J1 ഓൾറെഡി നമുക്ക് കെ മാപ്പ് വരയ്ക്കാതെ തന്നെ കിട്ടും. J1ൻ്റെ വാല്യൂ 1 കിട്ടും, K1ൻ്റെ വാല്യൂ എന്ത് കിട്ടും, 1 കിട്ടും. ഈ രീതിയിൽ നമുക്കിത് ഫില്ല് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എക്സ്പ്രഷൻസ് കിട്ടി. ഇനി സ്റ്റെപ്പ് നമ്പർ 5 എനിക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ലോജിക് ഡയഗ്രാം വരയ്ക്കണം. ഈ ലോജിക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഞാൻ 3 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കും. അപ്പോൾ ഫസ്റ്റ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഞാൻ എങ്ങനെ മാർക്ക് ചെയ്യും, ദിസ് ഇസ് J1 K1 ഔട്ട്പുട്ട് Q1 ബാർ എന്ന് മാർക്ക് ചെയ്യാം അല്ലേ. ഇത് J2 K2 Q2 ബാർ എന്ന് കിട്ടും. ഇവിടെ J3 K3 Q3
Q3 ബാർ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് J3യുടെ വാല്യൂ നമുക്ക് നോക്കാം. J3 എന്ന് പറയുന്നത് എക്സാക്ട്ലി എന്താണ്? Q2 ബാർ Q1 ബാർ ആണ്. നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ Q2 ബാർ. അപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ച് മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ എന്താണ് Q2 ബാർ Q1 ബാർ? ഇതാണ് Q2 ബാർ, ഇതാണ് Q1 ബാർ. ഇതിന് രണ്ടിനും കൂടി നമ്മൾ ആൻഡ് ചെയ്യുക അല്ലേ. ഈ ആൻഡ് ചെയ്തത് നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്യുക? J3യിലേക്ക് കണക്ട് ചെയ്യുക. ഇതന്നെയാണല്ലോ K3യുടെയും വാല്യൂ. എങ്ങോട്ട് കണക്ട് ചെയ്യുക? K3യിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത സ്റ്റേജ്. Q2 ബാർ Q1 ബാർ എന്നുള്ള കണ്ടീഷൻ, Q2 ബാറിനും Q1 ബാറിനും ഒരു വാല്യൂ എടുത്തു, ഒരു ആൻഡ് ഗേറ്റ് എടുത്തു, അതിനെ J3യിലേക്കും K3യിലേക്കും കണക്ട് ചെയ്തു. ഇനി J2ഉം K2ഉം കാണണം. J2ഉം K2ഉം സെയിം ആണല്ലോ. J2ഉം K2ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. J2ഉം K2ഉം ബോത്ത് ആർ സെയിം. സോ ഇതിനെങ്ങോട്ട് കണക്ട് ചെയ്യണം? ദിസ് ഈസ് കണക്റ്റഡ് ടു Q1 ബാർ. ഇത് Q1 ബാറിലേക്ക് കണക്ട് ചെയ്താൽ പോരെ? കാരണം J2 ഈക്വൽ ടു Q1 ബാർ ആണ്, K2 ഈക്വൽ ടു എന്താണ്? Q1 ബാർ ആണ്. ഇനി നമുക്ക് ഓൾറെഡി അറിയാമല്ലോ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് J1 ഈക്വൽ ടു 1. അതുപോലെ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് K1 ഈസ് ഓൾസോ ഈക്വൽ ടു 1. അത് നമ്മളെങ്ങനെ കണക്ട് ചെയ്യും? J1ൻ്റെയും K1ൻ്റെയും വാല്യൂ J1 എടുക്കുക അല്ലേ. ഇതാണ് J1, ഇതാണ് K1. രണ്ടിൻ്റെ വാല്യൂ ഓൾറെഡി എത്രയാണ് തന്നിട്ടുണ്ട്? 1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഡയറക്റ്റ് എങ്ങോട്ട് കണക്ട് ചെയ്താൽ മതി? 1ലേക്ക് കണക്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഏത് ടൈപ്പ് കൗണ്ടറാണ്? സിങ്കർണസ് കൗണ്ടറാണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഡിസൈൻ കംപ്ലീറ്റ് ആവാനുണ്ടെങ്കിൽ ഇതിലേക്കുള്ള ക്ലോക്ക് നമ്മൾ ആദ്യം വരയ്ക്കണം അല്ലേ. എങ്ങനെ ക്ലോക്ക് വരയ്ക്കുക? ഇതിലേക്കൊരു നെഗറ്റീവ് എഡ്ജ് ട്രിഗർ സിഗ്നൽ വരച്ചു. എല്ലാത്തിലേക്കും കോമൺ ആയിട്ട് ഞാനൊരു ക്ലോക്കും കൂടി കണക്ട് ചെയ്താലേ ഇതിൻ്റെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. ശരിക്കും ഞാൻ ആദ്യം വരയ്ക്കേണ്ടതായിരുന്നു. ഇതാണ് എൻ്റെ ക്ലോക്ക് പൾസ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ലോക്ക് വരച്ചെന്ന് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന എന്ത് കൗണ്ടറാണ്? സിങ്കർണസ് കൗണ്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലോജിക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലോജിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ഇനി ഒരു കൗണ്ടറും കൂടി നമുക്ക് ഡിസൈൻ ചെയ്യാനുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസൈൻ 3-bit സിങ്കർണസ് അപ്പ് ഡൗൺ കൗണ്ടർ യൂസിങ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ T ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മളിവിടെ പ്രിഫർ ചെയ്തിരിക്കുന്നത്, ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഡിസൈൻ 3-bit സിങ്കർണസ് അപ്പ് ഡൗൺ കൗണ്ടർ യൂസിങ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്. എന്താണ് അപ്പ് ഡൗൺ കൗണ്ടർ? അപ്പ് ഡൗൺ, സോ ഇത് ഒരേപോലെ അപ്പായിട്ടും ആക്ട് ചെയ്യണം, ഡൗൺ ആയിട്ടും ആക്ട് ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് പോസിബിൾ ആവുക? നമ്മളൊരു സ്വിച്ച് വയ്ക്കുക. ആ സ്വിച്ച് 0 ആണെങ്കിൽ അപ്പും 1 ആണെങ്കിൽ ഡൗണും എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നമുക്ക് അപ്പ് കൗണ്ടറായിട്ടും ഡൗൺ കൗണ്ടറായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു കൗണ്ടറിനെയാണ് അപ്പ് ഡൗൺ കൗണ്ടർ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിസൈൻ നോക്കാം. ഡിറ്റർമൈൻ ദി നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണ്ടി വരും? 3-bit സിങ്കർണസ് ആണെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 3 T ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത് അല്ലേ. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 2 നോക്കുക. അപ്പോൾ T ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിളാണ് സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ വരച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് നമ്പർ 3 നോക്കുക, സ്റ്റേറ്റ് ഡയഗ്രാം. അപ്പോൾ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെയാവും സ്റ്റേറ്റ് ഡയഗ്രാം വരിക? M ഈക്വൽ ടു 0 ആണെങ്കിൽ അപ്പ് കൗണ്ടറാണ്, M ഈക്വൽ ടു 1 ആണെങ്കിൽ ഡൗൺ കൗണ്ടറാണ്. അപ്പോൾ നമുക്ക് ആദ്യം അപ്പ് കൗണ്ടർ വരയ്ക്കാം അല്ലേ. 0ൽ തുടങ്ങി 0 1 1 2 2 3 3 4 4 5 5 6 6 7 7 0. ഈ സ്റ്റേറ്റിലൊക്കെ നമ്മളെ എമ്മിൻ്റെ വാല്യൂ എത്രയും തന്നിട്ടുണ്ട് അല്ലേ. M ഈക്വൽ ടു 0 0 0 0 0 0 0 0 അല്ലേ. ഈ സമയത്തൊക്കെ മോഡ് എന്താണ്? മോഡ് എന്നുള്ളൊരു മോഡാണ്. നമ്മൾ ആ മോഡിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അത് അപ്പ് കൗണ്ടറായിട്ട് ആക്ട് ചെയ്യും, 1 ആണെങ്കിൽ ഡൗൺ കൗണ്ടറായിട്ട് ആക്ട് ചെയ്യും. ഇനി സെയിം വേ നമ്മൾ എങ്ങനെ ഡൗൺ കൗണ്ടർ പറയും? ഡൗൺ കൗണ്ടർ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ കറണ്ട് സ്റ്റേറ്റ് 7ലാണ്. 7 എന്നുള്ളത് 6 ആയിട്ട് മാറും, 6 5 ആയിട്ട് മാറും, 5 4 ആയിട്ട് മാറും, 4 3 ആയിട്ട് മാറും, 3 2 ആയിട്ട് മാറും, 2 1 ആയിട്ട് മാറും, 1 0 ആയിട്ട് മാറും, 0 വീണ്ടും 7 ആയിട്ട് മാറും. ഈ രണ്ടാമത്തെ കണ്ടീഷനിൽ എന്താണ് എമ്മിൻ്റെ വാല്യൂ? M ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 1 1 1 1 1 1 1 1
ഞാൻ മാർക്ക് ചെയ്തു അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഒറ്റ സ്റ്റേറ്റ് ഡയഗ്രത്തിലാണ് 2 സൈഡിലേക്കും ആരോ വരും. ഒരു ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പ് കൗണ്ടറാണ്, ഒരു ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡൗൺ കൗണ്ടറുമാണ്. ഓക്കെ, ലോജിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ 3 ബിറ്റ് സിങ്കർണസ് അപ്പ് ഡൗൺ കൗണ്ടറിൻ്റെ സർക്യൂട്ട് എക്സൈറ്റേഷൻ ടേബിളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോർമലി നമ്മൾ വരച്ചിരിക്കുന്ന സർക്യൂട്ട് എക്സൈറ്റേഷൻ ടേബിളിൽ നിന്ന് വരുന്ന ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ അഡീഷണലി ഒരു മോഡ് കണക്ട് ചെയ്യും അല്ലേ. പ്രസൻറ്റ് സ്റ്റേറ്റിനും നെക്സ്റ്റ് സ്റ്റേറ്റിനും പുറമേ നമ്മൾ അഡീഷണലി ഒരു മോഡ് കണക്ട് ചെയ്യും. ഈ മോഡാണ് ഏത് ടൈപ്പ് കൗണ്ടറാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പ് ഡൗൺ കൗണ്ടറാണല്ലോ. അപ്പോൾ മോഡിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇത് അപ്പ് കൗണ്ടറായിട്ട് ആക്ട് ചെയ്യും. മോഡിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഇതെന്തായിട്ട് ആക്ട് ചെയ്യും? ഡൗൺ കൗണ്ടറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ മോഡിനെ കുറിച്ച് ഇപ്പോൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇപ്പോൾ 4 സ്റ്റേറ്റുകളായിട്ടാണ് എഴുതുന്നത്. 3 പ്രസൻറ്റ് സ്റ്റേറ്റും അതിന് പുറമേ നമ്മൾ എടുക്കുന്ന ഒരു മോഡും. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്യുക. ടേബിളിൻ്റെ 0 0 0 0 തൊട്ട് 1 1 1 1 വരെയുള്ള 16 സ്റ്റേറ്റുകൾ നിങ്ങൾ ആദ്യം ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്ക് 0 0 0 0 0 0 0 1 0 0 1 0 0 0 1 1 0 1 0 0 0 1 0 1 0 1 1 0 0 1 1 1 1 0 0 1 0 0 1 0 0 1 1 0 1 0 1 0 1 1 1 1 0 0 1 1 0 1 1 1 1 0 1 1 1 1. അപ്പോൾ ഇത്രയും സ്റ്റേജ് നിങ്ങൾ നോക്ക്. ഈ ഫസ്റ്റത്തെ ഇത്രയും സ്റ്റേജിനെ നമുക്ക് ബേസിക്കലി ദിസ് ഇസ് കോൾഡ് അപ്പ് കൗണ്ടർ. മോഡ് 0 വരുന്ന കേസ് അല്ലേ. ഇത്രയും പാർട്ടിനെ നമുക്ക് എന്ത് പറയാം? ഡൗൺ കൗണ്ടർ എന്ന് പറയാം. കാരണം എന്താ? മോഡ് 1 വരുന്നതിന് ഡൗൺ കൗണ്ടർ എന്നും മോഡ് 0 വരുന്നതിന് അപ്പ് കൗണ്ടർ എന്നും പറയാം. അപ്പോൾ നമുക്ക് എക്സാക്ട്ലി എങ്ങനെ നമ്മൾ ടേബിൾ ഫില്ല് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്ക്. അപ്പോൾ ഇത്രയും പാർട്ട് നമ്മൾ പറഞ്ഞു അപ്പ് കൗണ്ടറാണ് അല്ലേ. ഇത് അപ്പ് കൗണ്ടറാണ്. ഇത് അപ്പ് കൗണ്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ സ്റ്റേജ് 0 0 0 ആണ് ഫസ്റ്റ് സ്റ്റേറ്റ് എങ്കിൽ 1 നെക്സ്റ്റ് സ്റ്റേറ്റ്, 1 ആണ് പ്രസൻറ്റ് സ്റ്റേറ്റ് എങ്കിൽ 2 നെക്സ്റ്റ് സ്റ്റേറ്റ്, 2 ആണ് പ്രസൻറ്റ് സ്റ്റേറ്റ് എങ്കിൽ 3 നെക്സ്റ്റ് സ്റ്റേറ്റ്, 3 ആണ് പ്രസൻറ്റ് സ്റ്റേറ്റ് എങ്കിൽ 4 നെക്സ്റ്റ് സ്റ്റേറ്റ്, 4 5 5 6 6 7 7 കഴിഞ്ഞ അടുത്ത സ്റ്റേറ്റ് 0 അല്ലേ. നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രത്തിൽ ഓൾറെഡി പറഞ്ഞാണ്. നമുക്കറിയാം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡൗൺ ആണ്. സോ ഡൗൺ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ് 0 ആയതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റേറ്റ് 7, 1 ആയതുകൊണ്ട് 0, 2 ആയതുകൊണ്ട് 1, 3 ആയതുകൊണ്ട് 2, 4 ആയതുകൊണ്ട് 3, 5 ആയതുകൊണ്ട് 4, 6 ആയതുകൊണ്ട് 5, 7 ആയതുകൊണ്ട് 6. ഈ രീതിയിൽ നമ്മൾ പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും ഫില്ല് ചെയ്തു. റൈറ്റ്. നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് ഇനി T2 ഉം T1 ഉം T0 ഉം കണ്ടുപിടിക്കുക? അത് നമ്മൾ ബേസിക്കലി പ്യുവർലി ഈ നമ്മുടെ എക്സൈറ്റേഷൻ ടേബിൾ വെച്ചിട്ട് കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം T2 കൺസിഡർ ചെയ്യുക. T2 എങ്ങനെയാണ് T2 കിട്ടുന്നത്? T2 ഈസ് ഡിറൈവ്ഡ് ഫ്രം Q2 ആൻഡ് Q2 സ്റ്റാർ. നമുക്കറിയാം അല്ലേ. Q2 ഉം Q2 സ്റ്റാർ എന്നുമാണ് T2 ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു തന്നെയാണ്, നമ്മൾ 1 by 1 ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. 0 0 0 0 വന്നപ്പോൾ T2ൻ്റെ വാല്യൂ 0 0 0 0 0 0 0 0 1 1 അല്ലേ. ഇതാ 0 1 1 അല്ലേ. 1 1 0 1 1 0 1 1 0 1 1 0 1. അങ്ങനെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തൂടെ? ഇതുപോലെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ T1 കണ്ടുപിടിക്കുക? T1 ആക്ച്വലി T1 ഈസ് ഡിറൈവ്ഡ് ഫ്രം Q1 ആൻഡ് Q1 സ്റ്റാർ. Q1 ഉം Q1 സ്റ്റാറും കമ്പയർ ചെയ്യുക, എനിക്ക് എന്ത് കിട്ടും? T1 കിട്ടും. സെയിം വേ ഞാൻ എങ്ങനെയാണ് T0 കണ്ടുപിടിക്കുക? T0 വളരെ എളുപ്പമാണ്. നിങ്ങൾ നോക്കുക, T0 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി Q0യും Q0 സ്റ്റാറും കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊക്കെ ഡിഫറൻ്റ് ആണ്. 0 1 1 0 0 1 1 0 0 1 1 0 0 1 1 0 0 1 1 0 0 1 1 0 0 1 1 0 0 1 1 0. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 0 ഈ 2 സ്റ്റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എല്ലാ സ്റ്റേറ്റിലും T0ൻ്റെ വാല്യൂ കംപ്ലീറ്റ്ലി എന്തായിരിക്കും? 1 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. സർക്യൂട്ട് എക്സൈറ്റേഷൻ ടേബിൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സ്വയമായിട്ട് ചെയ്തു നോക്കുക ഈ എക്സൈറ്റേഷൻ ടേബിൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാമെന്ന്. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്
ദ സിംപ്ലിഫൈഡ് ബൂലിയൻ എക്സ്പ്രഷൻ യൂസിങ് കെ മാപ്പ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഫാസ്റ്റ് ആവാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഇവിടെ കെ മാപ്പ് വരച്ചിട്ടുണ്ട്. അപ്പോൾ കെ മാപ്പ് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? നമ്മൾ ഈ ട്രൂത്ത് ടേബിളിൽ നിന്നാണ് കെ മാപ്പ് വരയ്ക്കുക. അപ്പോൾ ഇവിടെ ആദ്യം എം വരും. എം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡ്. പിന്നെ വരുന്ന ഏതാണ്? Q2 Q1 Q0 അല്ലേ? നിങ്ങൾ നോക്ക്, Q2 Q1 Q0 അല്ലേ? ഇത് Q2, ഇത് Q1, ഇത് Q0 അല്ലേ? അപ്പോൾ നമുക്കിവിടെ 4 സ്റ്റേറ്റ് വരും. 0 0 0 1 1 1 1 0 0 0 0 1 1 1 1 0. അപ്പോൾ നമുക്ക് എങ്ങനെ ഇവിടെ ഗ്രൂപ്പ് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനിവിടെ എഴുതിയിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന വാല്യൂ നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്നത് ഇത് T1 ആണ് കേട്ടോ, T1. അപ്പോൾ T1 ആണിത്. ഇത് T2 ആണ്. T0 ഓൾറെഡി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. T0ക്ക് നമുക്ക് കെ മാപ്പിൻ്റെ ആവശ്യമില്ല, കാരണം T0യിലെ എല്ലാ വാല്യൂസും 1 ആയതുകൊണ്ട് T0ൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? T0 വിൽ ബി ഈക്വലൻ ടു 1 ആയിരിക്കും, ഡൗട്ടൊന്നുമില്ല. T1ൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 2 ഫണ്ടമെൻ്റൽ ഗ്രൂപ്പുകൾ നമുക്ക് ഫോം ചെയ്യാം. ഇതെൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പും ഈ 4 എലിമെൻറ്റും കൂടി എനിക്ക് ഒരു സിംഗിൾ ഗ്രൂപ്പ് ആക്കാം, കാരണം ഇതിന് നെയ്ബറിങ് സെല്ലാണല്ലോ. അപ്പോൾ നമുക്കിവിടെ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ നമുക്കിവിടെ എക്സ്പ്രഷൻസ് കിട്ടും. T1 ഈസ് ഈക്വൽ ടു, ഞാൻ ഡയറക്റ്റ് എഴുതുകയാണ്, Q0 ഇൻറ്റു എം ബാർ പ്ലസ് Q0 ബാർ ഇൻറ്റു എം. നിങ്ങൾ നോക്കിക്കോ, ഇതല്ലേ നമ്മൾ പറയുന്നത്. ഇത് എക്സാക്ട്ലി എന്താ? ഇത് എം ബാർ Q2 ആണ്, ഇത് എം ഇൻറ്റു Q2 ആണ്. ഇത് എക്സാക്ട്ലി Q1 ബാർ Q0 ആണ്, ഇത് Q1 Q0 ആണ്. ഇത് Q1 Q0 ബാറാണ്, ഇത് Q1 ബാർ Q0 ബാറാണ്, ഇത് എം ബാർ Q2 ബാറാണ്, ഇത് എം ബാർ ഇത് എം Q2 ബാറാണ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം അല്ലേ? ഈ ഗ്രൂപ്പിൻ്റെ വാല്യൂ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനലി നമുക്ക് എക്സ്പ്രഷൻസ് വരിക. Q0 ഇൻറ്റു എം ബാർ പ്ലസ് Q0 ബാർ ഇൻറ്റു എം. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അടുത്ത T2 നമുക്കിതുപോലെ ചെയ്യാം അല്ലേ? T2 ഓൾറെഡി ഇതാ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 1 വരുന്ന പോസിബിലിറ്റീസ് മാത്രം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. T2ൻ്റെ കേസിൽ T2 ഇതുപോലെ നമുക്ക് എഴുതാം അല്ലേ? ഇത് എക്സാക്ട്ലി എം ആണ്, ഇത് Q2 ആണ്, ഇത് Q1 ആണ്, ഇത് Q0 ആണ്. 0 0 0 1 1 1 1 0 0 0 0 1 1 1 1 0. എങ്ങനെ നമുക്കിവിടെ എലമെൻറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ വാല്യൂ നമുക്കിവിടെ ഓൾറെഡി എഴുതാം. കുറച്ചും കൂടി വലിയൊരു എക്സ്പ്രഷൻ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ വരുന്നത് എക്സ്പ്രഷൻ നമുക്കിവിടെ കിട്ടും Q1 Q0 ഇൻറ്റു എം ബാർ. അപ്പോൾ നിങ്ങളെന്നെ നോക്കിക്കോ, Q1 Q0 ഇൻറ്റു എം ബാർ പ്ലസ് Q1 ബാർ Q0 ബാർ ഇൻറ്റു എം, Q1 ബാർ Q0 ബാർ ഇൻറ്റു എം. ഇങ്ങനെയാണ് നമ്മുടെ എക്സ്പ്രഷൻസ് വരിക അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലാണ് നമ്മളിതിൻ്റെ ബൂലിയൻ എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതേ എക്സ്പ്രഷൻസ് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് T0ൻ്റെ വാല്യൂ 1 കിട്ടി, T1ൻ്റെ വാല്യൂ കിട്ടി, T2ൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്കതിൻ്റെ ഫൈനൽ ലോജിക് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ നോക്ക്, നമുക്ക് ഫൈനലി ഇതിൻ്റെ ലോജിക് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ നമുക്കറിയാം നമ്മൾ 3 T ഫ്ലിപ്പ് ഫ്ലോപ്പാണ് യൂസ് ചെയ്യുന്നത്. 3ലേക്കും അറ്റ് എ ടൈം ഞാൻ ക്ലോക്ക് കണക്ട് ചെയ്യും. സോ നമുക്കിതിനെ എക്സാക്ട്ലി T0 T1 T2 എന്നുള്ളതിൻ്റെ ഇൻപുട്ടായിട്ട് മാർക്ക് ചെയ്യാം. Q0 Q1 Q2 എന്നുള്ളത് ഔട്ട്പുട്ടായിട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ Q0 ബാർ Q1 ബാർ Q2 ബാറും ഇതിൻ്റെ ഔട്ട്പുട്ടാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ 3 എക്സ്പ്രഷൻസ് ഇതിൽ മാർക്ക് ചെയ്യാണ് നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമുക്കിവിടെ 2 ആൻഡ് ഗേറ്റുകൾ വേണം അല്ലേ? ഫസ്റ്റ് ആൻഡ് ഗേറ്റ് Q1 Q0 ഇൻറ്റു എം ബാർ, Q1 Q0 ഇൻറ്റു എം ബാറാണ് ആദ്യം വേണ്ടത് അല്ലേ? ഇതൊരു ആൻഡ് ഗേറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ എടുക്കുന്ന ഇൻപുട്ട് നോക്കുക. ഒന്ന് Q1, ഒന്ന് ഏതാണ്? ഒന്ന് Q0, ഒന്ന് എം ബാർ അല്ലേ? എങ്ങനെയാണ് എം ബാർ മാർക്ക് ചെയ്യുക? എം ബാർ എന്ന് പറഞ്ഞാൽ എം എന്നുള്ളൊരു ഇൻപുട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ എം എന്നുള്ള ഇൻപുട്ടിനെ നോട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്
എം ബാർ, ഈ 3 ഇൻപുട്ടും കൂടി ഞാൻ ഒരു ആൻഡിലേക്ക് കണക്ട് ചെയ്തു. എല്ലാവരും നോക്കണേ. അപ്പോൾ ഈ ആൻഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഇപ്പോൾ എക്സാക്ട്ലി വരിക? ഇത് Q0 Q1 ഇൻറ്റു എം ബാർ. ഞാൻ വീണ്ടും രണ്ടാമതൊരു ആൻഡ് ഗേറ്റും കൂടി വരയ്ക്കും. ഈ ആൻഡ് ഗേറ്റിലേക്ക് ഞാൻ കണക്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ്? Q1 ബാർ Q0 ബാർ എം. Q1 ബാർ എടുക്കുക. Q1 ബാർ എന്നുള്ള ഇൻപുട്ട് ഇതാണ്. Q1 ബാർ, Q0 ബാർ. അടുത്ത എന്താണ്? എം അല്ലേ? എം ഓൾറെഡി ഇവിടെ നമ്മളിവിടെ മാർക്ക് ചെയ്ത ഇൻപുട്ട് തന്നെയാണല്ലോ എം എന്ന് പറയുന്നത്. ഇത് 3 കൂടി ഞാൻ കണക്ട് ചെയ്തു. ഇതാണ് രണ്ടാമത്തെ ഇൻപുട്ട്, ഔട്ട്പുട്ട് അല്ലേ? അതായത് Q1 ബാർ Q0 ബാർ ഇൻറ്റു എം. ഇതിന് രണ്ടിനും കൂടി നമുക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ടെണ്ണത്തിനും കൂടി കോമൺ ആയിട്ട് ഞാൻ എന്തിലേക്ക് കണക്ട് ചെയ്യും? ഒരു ഓർ ഗേറ്റിലേക്ക് കണക്ട് ചെയ്യും. ഓർ ഗേറ്റ് അല്ലേ? എന്നിട്ട് ഞാൻ എങ്ങോട്ട് കണക്ട് ചെയ്യും? ഇതിനെ ഞാൻ ഓർ ഗേറ്റിലേക്ക് കണക്ട് ചെയ്തത് എന്തിന് ഇക്വലൻ്റാണ്? T2. ഈ ഒരു കണക്ഷൻ ഞാൻ എങ്ങോട്ട് കണക്ട് ചെയ്യും? എക്സാക്ട്ലി T2ലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ സർക്യൂട്ട് ഇതുപോലെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് ഗേറ്റ്സ് വരും. ഇങ്ങനെ തന്നെ ആയിരിക്കും സർക്യൂട്ട് വരയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ T2 ഇപ്പോൾ മാർക്ക് ചെയ്തു. ഇനി T1 വരയ്ക്കണം അല്ലേ? T1ന് നമുക്ക് ഡിഫറെൻറ്റ് കളർ യൂസ് ചെയ്യാം. T1 ഞാൻ വരയ്ക്കുകയാണെങ്കിൽ T1ൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാമല്ലോ. Q0 ഇൻറ്റു എം ബാർ പ്ലസ് Q0 ബാർ ഇൻറ്റു എം. അപ്പോൾ എങ്ങനെയാണ് Q0? അപ്പോൾ ഇവിടെ 2 ആൻഡ് ഗേറ്റ് വേണം അല്ലേ? 2 ആൻഡ് ഗേറ്റ് വേണം. ഒന്ന് Q0 ഇൻറ്റു എം ബാറാണ്. അപ്പോൾ എം ഓൾറെഡി ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എം എന്ന് പറയുന്ന ഇൻപുട്ട് ഇതാണ്. ഇത് എം ആണ്, എം ബാറാണ്. ഇനി Q0 വേണം. Q0 എന്നുള്ളത് ഇതാണ് എക്സാക്ട്ലി അല്ലേ? ഇതിന് രണ്ടിനും കൂടി നമ്മൾ ആൻഡ് ചെയ്തു. അടുത്ത ആൻഡ് ഏതാണ്? നിങ്ങൾ നോക്കുക. Q0 ബാർ ഇൻറ്റു എം അല്ലേ? Q0 ബാർ ഓൾറെഡി നമുക്കിവിടെ ഉണ്ട്. ഇത് Q0 ബാറാണ്. എം ഓൾറെഡി നമുക്കുണ്ട്. എം ഓൾറെഡി നമ്മൾ ഇവിടുന്ന് കണക്ട് ചെയ്തു. ഇതിന് നമ്മൾ ആൻഡിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ 2 ആൻഡ് വന്നു. ഈ 2 ആൻഡിനും കൂടി നിങ്ങൾ ആഡ് ചെയ്യാൻ നിങ്ങൾ ഓർ ചെയ്യുക. ഓർ ചെയ്തിട്ട് ഇതിനെ എങ്ങോട്ട് കണക്ട് ചെയ്യണം? T1ലേക്ക് കണക്ട് ചെയ്യണം അല്ലേ? T1 എന്ന് പറഞ്ഞതാണല്ലോ എക്സാക്ട്ലി T1. നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻസ് വരരുത്. ഇങ്ങനെയാണ് എക്സാക്ട്ലി വരിക കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസൈൻ. അപ്പോൾ ഇത് ബേസിക്കലി 15 മാർക്കിന് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒന്ന് നീറ്റായിട്ട് നിങ്ങൾ വരച്ച് നോക്കുക. ഞാനൊരു റഫ് ഐഡിയ ആണ് ഇപ്പോൾ തന്നിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള ഫിഗർ നിങ്ങളൊന്ന് വരച്ച് നോക്കുക. ഓക്കെ. സോ നമ്മൾ സിങ്കർണസ് കൗണ്ടറിൻ്റെ സിങ്കർണസ് അപ്പ് കൗണ്ടറും സിങ്കർണസ് ഡൗൺ കൗണ്ടറും ഡിസൈൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം അപ്പും ഡൗണും T ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടും JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടും ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്കറിയാം. അതുപോലെ സിങ്കർണസ് അപ്പ് ഡൗൺ കൗണ്ടർ, അതായിരുന്നു കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഡിസൈൻ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് സിങ്കർണസ് BCD കൗണ്ടറാണ്. സിങ്കർണസ് BCD കൗണ്ടർ നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് നോക്കല്ലേ? എന്തായിരിക്കും BCD കൗണ്ടർ? BCD കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും BCD കൗണ്ടർ വരിക അല്ലേ? 0 തൊട്ട് 9 വരെ കൗണ്ട് ചെയ്യുന്ന കൗണ്ടർ. അപ്പോൾ വളരെ ക്ലിയറാണ്. പ്രസൻറ്റ് സ്റ്റേറ്റിൽ നിങ്ങൾ 0 തൊട്ട് 9 വരെ എഴുതുക. നെക്സ്റ്റ് സ്റ്റേറ്റിൽ ഇതുപോലെ തന്നെ അല്ലേ? പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 1, പ്രസൻറ്റ് സ്റ്റേറ്റ് 1 ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 2. 0 തൊട്ട് 9 വരെ എഴുതുക. 9 കഴിഞ്ഞ് 9 എന്നുള്ള സ്റ്റേജാണ് പ്രസൻറ്റ് സ്റ്റേറ്റ് വരുന്നതെങ്കിൽ അടുത്ത നെക്സ്റ്റ് സ്റ്റേറ്റ് 0 വരും. ഇത് നിങ്ങളൊന്ന് എഴുതി നോക്കുക. അത് വളരെ ഈസിയാണ്. നമ്മളിപ്പോൾ അപ്പ് കൗണ്ടർ ഡിസൈൻ ചെയ്ത പോലെ തന്നെ സെയിം പ്രോസസ്സാണ് BCD കൗണ്ടറിന്. അപ്പോൾ നിങ്ങൾ T ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട് ഒരു സിങ്കർണസ് BCD കൗണ്ടർ ഡിസൈൻ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നോർമലി അപ്പ് കൗണ്ടർ എന്ന് പറയുമ്പോൾ 3 ബിറ്റ് അപ്പ് കൗണ്ടർ നമ്മൾ ഡിസൈൻ ചെയ്ത് ഇവിടെ നമുക്ക് 4 ബിറ്റ് വരും. അപ്പോൾ നിങ്ങളിത് ഡിസൈൻ ചെയ്ത് നോക്കുക. ഞാനിതിൻ്റെ സൊല്യൂഷൻ എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. ഓക്കെ.